Okay, so a very good morning to all. Our prayer is going to do prayer. ഞാനാണ് മാം. ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ് കുറച്ച്. തുടങ്ങട്ടെ മാം? Yes, please. Oh Lord, oh Lord, hear me. Thank you for this new day. Thank you for this new day. I trust in you. I trust in you. Give me peace and calm. Help me to love others. Bless my friends and teachers. Oh Lord, thank you for your love. Forgive my mistakes. Fill my heart with joy. Oh Lord, oh Lord, hear me, hear me. It's nice, so nice prayer, ma'am. It includes everything. Yes, yes. ട്യൂൺ കിട്ടിയില്ല മാം, കഷ്ടപ്പെട്ടു. അതിന്റെ റിസൾട്ടും ഉണ്ടല്ലോ, നല്ല സൂട്ടിംഗ് ആയിരുന്നു. വെരി ഗുഡ്. സോ യു പീപ്പിൾ ക്യാൻ ഡു മെനി തിങ്സ്. ഓക്കെ, നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽ ഒക്കെ തിരിച്ചറിയാന്നുള്ളത്. പല പല ഡൗട്ട്സും കൺസേൺസും ഉണ്ടാവും വെൻ യു ആർ ഡൂയിങ് ദിസ് കോഴ്സ്. ഈ കോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് പറ്റൂ, എന്റെ പ്രായം, എനിക്ക് ഇങ്ങനെ ചെയ്താൽ ശരിയാവൂ, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ എനിക്ക് പറ്റൂ, വീട്ടിലെ കാര്യം, അങ്ങനെ നമ്മൾ കുറെ ലഗേജസ് എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കും. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണ്. സോ നമ്മൾ ചെയ്യണം, കാരണം നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ചുറ്റുമുള്ളവര്. നമ്മൾ ചെയ്യുന്നതിനെ കാണാതെ നമ്മൾ എന്താണ് ചെയ്യാത്തത് എന്നുള്ള കംപ്ലൈൻസ് നമുക്ക് എപ്പോഴും കിട്ടും. സോ ഇറ്റ്സ് ബെറ്റർ ടു ഡു യുവർ ഓൺ ഡ്യൂട്ടീസ്. അത് നമ്മൾക്ക് തന്നെ പറ്റും. ഇപ്പൊ തന്നെ ഒരു പ്രെയർ, എനിക്കോ, ഞാൻ എഴുതൂ, എങ്ങനെ എഴുതാൻ പറ്റും, ഇംഗ്ലീഷിൽ എഴുതണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട്സ് വന്നില്ലേ? പക്ഷെ പറ്റും, സിമ്പിൾ വേർഡ്സിൽ എഴുതിയാൽ മതി. ഭയങ്കര ഗ്രാമറും വൊക്കാബുലറി ഒന്നും വേണ്ട. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? Signing, ma'am. Yeah. Good morning, Jisha ma'am. Good morning, friends. I am Surya Nair from Kottayam. Today, I am signing to Jisha ma'am class. Welcome, Jisha ma'am. I think everyone are fine. Even me too fine. Today, I am going to sing a small action song. Let's start. Okay, we can start. Watermelon, watermelon, pineapples, pineapples, banana, 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 banana. Fruits are lane, fruits are lane. I hope everyone enjoyed my action song. Yes, we enjoy. Yes, we enjoyed. Thank you so much. പെട്ടെന്ന് തീർന്നു. Welcome. You have very pretty long hair. Ma'am, this is a short rhymes, ma'am. വളരെ സിമ്പിൾ വേർഡ്സിലായിരുന്നു അല്ലെ ആ ആക്ഷൻ സോങ്. പ്രെയർ ഓൾസോ സിമ്പിൾ ലാംഗ്വേജിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാവുന്നപ്പോഴേ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ശശി തരൂർ ടൈപ്പ് ഇംഗ്ലീഷ് പറയണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയും. ബട്ട് എന്ന് കരുതിയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ അറിയണ്ടെന്നല്ല. പുതിയ പുതിയ വേർഡ്സ് കേൾക്കുമ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ മീനിങ്, അത് ഏത് കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ ഭംഗി എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക. എനിവേ പ്ലീസ് നെക്സ്റ്റ്. Thought of the day, Miss. Good morning, ma'am, and good morning, all of you. Education is not the filling of a pail, but the lighting of a fire. വിദ്യാഭ്യാസം എന്നത് ഒരു പാത്രത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതല്ല, പക്ഷെ അതൊരു തീയുടെ വെളിച്ചമാണ്. ഇത് വില്യം ബട്ട്ലർ ഈറ്റ്സിന്റെ വേർഡ്സുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, എവറി ഡേ ഈസ് എ ചാൻസ് ടു ലേൺ സംതിങ് ന്യൂ ആൻഡ് ഹോപ്പ് യു ഓൾ ഹാവ് എ നൈസ് ഡേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്, മാം.
So I just forgot to share the question paper. It is already ready. After the class, I will share to our technical support Rijo, and he will share that to your classroom channel. You are getting messages, no? നിങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്ന ആ ചാനലിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് എഴുതി തുടങ്ങിയോ? അറ്റൻഡ് ചെയ്ത് തുടങ്ങിയോ? We did. Vandana ma'am class and Aparna ma'am class. ഓക്കെ ഓക്കെ. സോ ഇത് ചെയ്യാം. ക്വസ്റ്റ്യൻസ് റെഡിയാണ്. നമ്മളപ്പോ യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്തു അല്ലേ? സോ പറയാമോ മറ്റു ടീച്ചേഴ്സിന്റെ ടോപ്പിക്സ് ഏതാണ്, എവിടം വരെയായി? അതിനനുസരിച്ച് ഞാൻ എടുക്കാം. അപ്പൊ എന്താ മിസ് എന്തെടുക്കുന്നേ? സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയിരുന്നു, ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹൈജീൻ തുടങ്ങി. ഓക്കെ. മാം പിന്നെ തുടങ്ങിയിരുന്നു. വേറെ ഞാൻ തുടങ്ങിയോ? സെക്കൻഡ് മാം ഹെൽത്തിന് ഹൈജീൻ തുടങ്ങി. സോ നമുക്ക് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് വരും. ആക്ടിവിറ്റീസ് മീൻസ് നമ്മൾക്ക് ആക്ടിവിറ്റീസും അസൈൻമെന്റും ഉണ്ട്. അസൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു പ്ലാറ്റ്ഫോം ഇല്ലേ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത്? യെസ് മാം. ഒരു അസൈൻമെന്റ് ഫസ്റ്റ് യൂണിറ്റിൽ തന്നിരുന്നല്ലോ, ഒന്നല്ല 2 തന്നു അല്ലേ? ഓക്കെ. And wellness and fitness and Martyrs Day. Yeah, yes, that's it. And Meghana, you got the marks, right? Ma'am, I got them. Yes. Okay. And I think one person who was very confused about that, like she only submitted the first one and she was preparing the second one. Who was that? മാം ഞാനാണ് രേഷ്മ. രേഷ്മ. കുഴപ്പമില്ല, കാരണം അവർ ഉദ്ദേശിച്ചത് ഒരുമിച്ച് 2 ക്വസ്റ്റ്യൻ വന്നപ്പോഴേക്കും ഒരെണ്ണം മാത്രം സബ്മിറ്റ് ചെയ്തുകൊണ്ട് മറ്റേതും കൂടെ ഒന്ന് സബ്മിറ്റ് ചെയ്യും. ഒരുമിച്ച് അവർക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലാതെ പ്രഷറൈസ് ചെയ്തതല്ല. മീൻസ് അങ്ങനെ ചെയ്താലേ മാർക്ക് തരൂന്നല്ല. സോ അതാകുമ്പോ അവർക്ക് അങ്ങ് പെട്ടെന്ന് അങ്ങ് ക്ലിയർ ചെയ്ത് പോവാം. അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 ദിവസമോ 3-4 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തരണമായിരുന്നു. അല്ല, അങ്ങനെയാ മാം തന്നത്. ഫസ്റ്റത്തെ തന്ന് എനിക്ക് തോന്നുന്നു ഒരു 1 വീക്ക് എല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തന്നാന്ന് തോന്നുന്നു. ജനുവരി 13th തന്നത്. യെസ്, അത് ഞാൻ ക്ലാസ്സിലല്ലേ കൊടുത്തപ്പം 2ഉം ഒരുമിച്ചാ കൊടുത്തത്. ഓക്കെ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നത് ഫസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷമായി ക്വസ്റ്റ്യൻ വന്ന്. അതാ പ്രശ്നം വന്നത്. അത് അങ്ങനെ ടൈം എന്നൊക്കെ ഓർത്ത് പേടിക്കണ്ട. പക്ഷെ എത്രയും നമ്മൾ കിട്ടുന്ന പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂട്ടി അങ്ങനെ ബേർഡൻ ആയി പോകും. ഞാൻ ഇന്നലെ സബ്മിറ്റ് ചെയ്തായിരുന്നു അത്. ഓക്കെ. അല്ല മിസ്സേ, വാട്സപ്പില് അയച്ചത് നോക്കിയിട്ടില്ലല്ലോ. അത് മീൻസ് കൊറേ വരുമല്ലോ. ഒരു ബാച്ചിലെ കുട്ടികളുടെ മാത്രമല്ലല്ലോ, പല ബാച്ചുകളിൽ വരും. അപ്പൊ അവര് ചെയ്തോണ്ടേയിരിക്കും. 3 weeks ആണ് ടൈം പറയുന്നത്. 3 weeksനുള്ളിൽ നിങ്ങൾക്ക് വാല്യൂ ചെയ്ത് മാർക്ക് കിട്ടിയില്ലെങ്കിൽ പറയുക. 3 weeks ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇത്രയും പേരുടെ വാല്യൂ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഓരോ ടീച്ചർമാരുടെയും വരില്ലേ, ടീച്ചർ മാത്രമായിരിക്കില്ലല്ലോ, ഓരോരോ ടീച്ചർമാരുടെ മാറി വരുമ്പം അതിനനുസരിച്ച് നമ്പർ കൂടും. നമ്മൾ വിചാരിക്കും നമ്മളുടെ അയ്യോ കണ്ടില്ലല്ലോ എന്ന് വിചാരിക്കും, ബട്ട് കാണാത്തതല്ല. ഇത് അങ്ങനെ ആ ഡേറ്റിനനുസരിച്ച് അവരത് വാല്യൂ ചെയ്യും. 3 weeks ആയിട്ടും നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മൾ സെക്കൻഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ യൂണിറ്റിൽ തരാൻ പറ്റുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് ഇല്ലേ, നമ്മള് ചാപ്റ്ററിൽ പറഞ്ഞു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞ അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഹെൽത്ത് ഈസ് വെൽത്ത്. If health is lost, everything is lost. If wealth is lost, അങ്ങനെ പറഞ്ഞിട്ടൊരു ഫ്രേസ് ഇല്ലേ, എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസോ കോഡ്സോ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്യുക. അത് ഇത്ര നമ്പർ എന്നൊന്നുമില്ല, ഒരു മിനിമം 3, മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. അത് ആണ് അടുത്ത ഈ യൂണിറ്റിലെ അസൈൻമെന്റ് ആയിട്ട് വരുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ മാർക്കുള്ളതാട്ടോ. അസൈൻമെന്റ്സ്, റിപ്പോർട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 100 മാർക്സ് വരും. അസൈൻമെന്റ്, ആക്ടിവിറ്റീസ്, റിപ്പോർട്ട്സ് അതെല്ലാം 100 മാർക്കിന് വരും. പിന്നെ റെക്കോർഡ് ഉണ്ട്, 5 റെക്കോർഡ്. ഓരോ റെക്കോർഡിനും 20 മാർക്സ് വെച്ച് ആ റെക്കോർഡ്സിന്റെ സെഷനും 100 മാർക്സ് വരും. അതൊക്കെ നിങ്ങൾക്ക് ഫുൾ കിട്ടും ചെയ്യുവാണെങ്കിൽ. അവിടെ ഒന്നും ആരും മാർക്കൊന്നും കുറയ്ക്കില്ല. അതൊക്കെ ഇങ്ങനെ മാർക്ക് ലിസ്റ്റില് സെപ്പറേറ്റ് കാണും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ സ്കൂളിലൊക്കെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ മാർക്ക് ലിസ്റ്റ് നോക്കി ഓരോന്നും നോക്കും. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കുമ്പോ
അതിൽ നിന്നും അത് റിലേറ്റഡ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കില്ലേ, വേറൊരാള് ചെയ്തതോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യോ കോപ്പി പേസ്റ്റ് ചെയ്യോ ഒക്കെ ചെയ്തത് ചോദിച്ചാൽ നമ്മള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. നമ്മൾ തന്നെ ഇപ്പൊ ഒരു പ്രെയർ തന്നെ ചെയ്തു, ഒരു പ്രെയർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞാൽ പറ്റും, ഒരു ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്റർവ്യൂവിനൊക്കെ ആക്ഷൻ സോങ് കാണിക്കാൻ ഡെഫിനറ്റ്ലി പറയൂ കേട്ടോ. കാരണം വെച്ചാൽ നമുക്ക് വേണ്ടത് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനല്ലേ. അവർക്ക് വിഷ്വൽ എഫക്റ്റ്, പ്രസന്റേഷൻ, നമ്മുടെ പ്ലീസിങ് പേഴ്സണാലിറ്റി, അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് തന്നെ ചെയ്യുക. ഓരോ ബാച്ചുകാർ ഇങ്ങനെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഗ്രൂപ്പില് നിങ്ങൾക്ക് പേഴ്സണൽ പ്ലാറ്റ്ഫോം ഉണ്ടാവുമായിരിക്കും, അതിലിങ്ങനെ നമുക്ക് ഒരു ആക്ഷൻ സോങ് എടുത്തിട്ട് ഇതെല്ലാവരും പ്രസന്റ് ചെയ്ത് വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഷൈനസ്, ഇൻഹിബിഷൻ, വി വോണ്ട് ദാറ്റ് അല്ലെ, ഒരു ഇന്റർവ്യൂവിന് കുറെ പേരെ മുമ്പിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനൊന്നും നമുക്കൊരു മടി ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒരു മോണ്ടിസോറി സ്കൂളിൽ തന്നെയാണ് ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത്. ഇൻ ബിറ്റ്വീൻ ദ കോഴ്സാണ് ചെയ്തത്. അപ്പം ഞാനൊരു എന്താ പറയാ ഹോളിഡേ ബാച്ച് എന്നുള്ള ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. റെഗുലർ സ്റ്റുഡന്റ് ആയിരുന്നില്ല. അതായത് എനിക്ക് സൺഡേസും ഹോളിഡേസും മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തന്നെയാണ് പഠിച്ചത്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണല്ലോ എല്ലാ സ്കൂളുകളും വർക്കിംഗ് ഡേ. അപ്പൊ ഈ മൺഡേ ടു ഫ്രൈഡേ പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എന്റെ ക്ലാസ്സസ് സാറ്റർഡേ സൺഡേയും ഹോളിഡേ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ഒരു 10-15 ഡേയ്സ് കഴിഞ്ഞ് അതോടുകൂടി ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. ഐ വിൽ ഗീവ് യു ഡീസെന്റ് പേ എന്നൊക്കെ പറഞ്ഞു, പേയ്മെന്റ് തരാം. കോഴ്സ് കഴിഞ്ഞിട്ടില്ല, കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടും ആളങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെ 4 മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണുള്ളത്. പിന്നെ സാറ് ആണ് അതിന്റെ ഡയറക്ടർ. പ്രിൻസിപ്പളിന് പകരം മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ട്രസ് എന്നാ പറയുന്നത്. സാധാരണ ലേഡീസ് ആണ്. പക്ഷെ സാറിന്റെ വൈഫ് ഒരു ചൈനക്കാരിയാണ്. പുള്ളിക്കാരി മക്കളുണ്ട്. അവരുമായിട്ട് സിംഗപ്പൂര് സെറ്റിൽഡാ. ആളിടയ്ക്കേ വരുള്ളൂ. അപ്പൊ ഫുള്ളി ജാപ്പനീസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മോണ്ടിസോറി സ്കൂളായിരുന്നു. അത് പ്യുവർ മോണ്ടിസോറി ആയിരുന്നു അവിടെ. നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെ പഠിക്കാനൊക്കെ പറ്റിട്ടോ ഇത് കാരണം. അപ്പൊ സാറ് ഇങ്ങനെ കുട്ടികളെ നമ്മളെ ഗ്രൂപ്പ് ആക്കിയിട്ട് ട്രെയിൻ പോലെ ആക്കി ഗ്രൂപ്പ് ആക്കുക ചെയ്യുന്നേ. നോർത്തിലേക്ക് പോകുന്ന ട്രെയിൻ, സൗത്തിലേക്ക് പോകുന്ന ട്രെയിൻ, ഈസ്റ്റിലേക്ക് പോകുന്നത്, വെസ്റ്റിലേക്ക് പോകുന്നുണ്ട്. ഓരോ ട്രെയിൻ പിള്ളേരുടെ കൂടെ ഓരോ ഫെസിലിറ്റേറ്ററും അസിസ്റ്റന്റും ഉണ്ടാകും. അപ്പൊ ഒരു ഗ്രൂപ്പിൽ 10 കുട്ടികളൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് മാനേജബിൾ ആണത്. നമ്മുടെ കൂടെ ഒരു അസിസ്റ്റന്റും ഉണ്ടാവും. സാർ എന്നിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യും. എന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണ്ടി വരുമ്പോൾ സാർ ഓടി വരികയോ ചെയ്യും കേട്ടോ. അദ്ദേഹം ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഫോറിൻ കൺട്രീസിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇടയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പോകുന്ന ആളാണ്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം മലയാളിയാണ്. അങ്ങനെ സാറ് ഒരു ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് ഒരു കുട്ടികൾ ഒരു ബ്രേക്ക് ഒക്കെ ആകുമ്പോഴേക്കും സാറ് പെട്ടെന്ന് വന്നിട്ട് പറയാം ജിഷ ഡു ആൻ ആക്ഷൻ സോങ് എന്ന് പറയും. അപ്പൊ നമ്മൾ റെഡി ആയിരിക്കണം. അപ്പൊ കുട്ടികളെല്ലാം 4 ഗ്രൂപ്പായ കുട്ടികളെല്ലാം ഒരുമിച്ച് വരും. ഞങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ നിന്ന് കുട്ടികളുമായിട്ട്, എനിക്ക് ഡാൻസ് ഒന്നും വഴങ്ങാത്ത ഒരാളാണ്, പക്ഷെ നമ്മൾ വൺസ് കുട്ടികളുമായി അങ്ങ് മേർജ് ആയി വെൻ വി ഡു ദ ആക്ഷൻ സോങ് നമ്മുടെ ബോഡിയൊക്കെ തന്നെ ആയിക്കോളും. ലൈക്ക് ഭയങ്കര ഭംഗിയൊന്നുമില്ല, പക്ഷെ കുട്ടികൾ എൻജോയ് ചെയ്യും. ആ ഒരു ഗ്രേസ് ഒക്കെ കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് കിട്ടും. സോ മാക്സിമം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കുക. ഗ്രൂപ്പിൽ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് ഒരു ഷൈനസ് ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ആണല്ലോ, അവരുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ പരസ്പരം നമ്മളുടെ ബാച്ചിലെല്ലാം മലയാളം മനസ്സിലാവുള്ളൂ അല്ലെ. കാരണം മിക്സഡ് ലാംഗ്വേജിൽ സംടൈംസ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് പ്യുവർ ഇംഗ്ലീഷ്, സിമ്പിൾ ഇംഗ്ലീഷിലേക്ക് നമുക്ക് വരുകയും ചെയ്യാം ഒരുമിച്ച്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ഷൻ സോങ്സ് ഉണ്ടല്ലോ. അതായത് ഇഫ് യു ഹാപ്പി ആൻഡ് നോ ക്ലാപ്പ് യു ഹാൻഡ്സ്, കുറെ ആക്ഷൻസ് വരും അതിനകത്ത്. നമുക്ക് ആഡ് ചെയ്യാം കൂടുതൽ ആക്ഷൻസ്. നെക്സ്റ്റ് ഡേ ആ ഒരു സോങ് നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് അത് റിസൈറ്റ് ചെയ്യാൻ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വരും. യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആക്ഷൻ ഉൾപ്പെടെ വരും. കുറേ ആക്ഷൻസ് ഉണ്ട്. നമുക്കത് ഇപ്പൊ ആർക്കെങ്കിലും അറിയാമെങ്കിലും പ്രസന്റ് ചെയ്തോളൂ. കുറേ ആക്ഷൻസ് നമുക്കായിട്ട് ആഡ് ചെയ്യാം, കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു. നമ്മൾ എവിടം വരെയായിരുന്നു സെക്കൻഡ് യൂണിറ്റ് പറഞ്ഞത്? എവിടെയായിരുന്നു? സൊസൈറ്റി മാം, യു ഹാവ് ഡിഡ്. ഓക്കെ, ഫൈൻ. സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് തുടങ്ങിയത്. Okay, let me take that. Yes, importance of health education. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഹെൽത്തി ഹാബിറ്റ്സിന്റെ
ആക്ഷൻ സോങ് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ഗുഡ് മാനേഴ്സ്, ഹെൽത്തി ഹാബിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ ഈ വീക്കിലെ കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ആരും റെഡിയല്ല. എല്ലാവരും ഫസ്റ്റ് വരും, ഞാൻ തോട്ട് പറയാം. ഇപ്പൊ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഗ്രൂപ്പിൽ എത്രത്തോളം മെസ്സേജ് ഇടും മാം, ആരും റെഡിയല്ല. ഇപ്പൊ ചെയ്ത ആൾക്കാർ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത ആൾക്കാർ ആരും സൈൻ ഇൻ ചെയ്യുന്നില്ല. എല്ലാരും ചെയ്യണം. കാരണം വൺസ് നിങ്ങൾ സൈൻ ഇൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും ആക്ഷൻ സോങ് പ്രസന്റ് ചെയ്യാനും. ഇപ്പം ഞാൻ പോയ സ്കൂളിൽ ചെയ്യാൻ പറഞ്ഞു, ചെയ്യണം സാർ. വേറെ ഒന്നും, കാരണം നമ്മൾ അങ്ങനെ ആകണം. ആ രീതിയിൽ തന്നെ കുട്ടികളുടെ മുമ്പിൽ മിണ്ടാതിരിക്കുക, എന്തെങ്കിലും നോട്ട് വായിക്കുക, അതൊന്നും അവർ ഒട്ടും ചെയ്യില്ല. നമ്മളുടെ ഒരു സെക്കൻഡ് ബാച്ചിലെ ഒരു കുട്ടിയാണ് കേട്ടോ. അതിപ്പം ടൈം ഇന്റർനാഷണൽ സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അവിടെ ചെന്നപ്പോ അവര് മോണ്ടിസോറി ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയെ കൂടാതെ 3 പേര് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്നെ കുട്ടികൾ പഠിക്കുന്നവര് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കയ്യിലൊന്നും ടീച്ചിങ് എയ്ഡ്സ് ഇല്ല. നമ്മുടെ കുട്ടിയുടെ കയ്യിൽ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ കുട്ടികൾക്ക് സ്റ്റോറി കേൾക്കാൻ ഇഷ്ടം, സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയുണ്ടോ അതിനനുസരിച്ച്, ഇപ്പൊ അനിമൽ ക്യാരക്ടേഴ്സ്, അനിമൽസ് ഉള്ള സ്റ്റോറി ആയിരിക്കും കൂടുതൽ കുട്ടികൾക്ക് കേൾക്കാൻ ഇഷ്ടം. അനിമൽ ക്യാരക്ടേഴ്സിന്റെ മാസ്ക് റെഡിയാക്കണം. മാസ്ക് റെഡിയാക്കിയിട്ട് ആ മാസ്ക് കൊണ്ടുപോയിട്ട് വേണം സൗണ്ട് മോഡുലേഷൻ ഒക്കെ മാറ്റി, ടോണൊക്കെ മാറ്റിയിട്ട് വേണം നറേറ്റ് ചെയ്യാൻ. ഭയങ്കര ഇൻട്രസ്റ്റ് കുട്ടികൾക്ക്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്കും ഭയങ്കര ഒരു അതിശയം. അതൊരു പെട്ടെന്ന് തന്നെ കുട്ടികൾ നമ്മളോട് അടുക്കും. അല്ലാതെ വെറുതെ കഥ വായിച്ചു കഴിഞ്ഞാൽ, ചിന്തിച്ചു നോക്കൂ, കഥ വായിക്കുന്നു ചെറിയ ഏജിലുള്ള കുട്ടികളുടെ അടുത്ത് ഇതുപോലെ മാസ്ക് കാണിച്ച് ഇപ്പൊ സിംഹത്തിന്റെ ആ ഒരു റോറിങ് ശബ്ദമൊക്കെ എടുത്ത് നമ്മൾ കഥ പറയുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അവർ ഇൻട്രസ്റ്റഡ് ആവുമെന്ന് അറിയൂ. പിന്നെ നമ്മൾ എന്ത് വർക്ക് കൊടുത്താലും അവർ ചെയ്യും, നമ്മൾ പറഞ്ഞാൽ അവരെ കേൾക്കും. ആ ഒരു ഇതിൽ ഹൈപ്പർ ആക്റ്റീവ് ആയ കുട്ടികൾ വരെ ഒബീഡിയൻസ് അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഡിസിപ്ലിനും ഒബീഡിയൻസും, അതിനുള്ള മെത്തേഡ്സ് ആണ് ഇതെല്ലാം. ഇതൊരു സ്കൂളിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലുണ്ടല്ലോ കുട്ടികള്, നമുക്ക് അവരോടും ഇത് തന്നെ ചെയ്യാം. അതൊരു പ്രാക്ടീസാ. എന്നിട്ട് പിന്നെ പുറത്ത് കുട്ടികളോട് ചെയ്യാലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറികളൊക്കെ കണ്ടെത്തുക, അതിലെ ക്യാരക്ടേഴ്സ് നോക്കുക, അതിനനുസരിച്ച് മാസ്ക് ഉണ്ടാക്കുക. മാസ്ക് ഉണ്ടാക്കാൻ എനിക്ക് ചിലർക്ക് വരയ്ക്കാനൊക്കെ നല്ല ഇതായിരിക്കും. എനിക്ക് വര ഇച്ചിരി പ്രശ്നമായിരുന്നു. സോ അതായത് നമ്മളിപ്പോ ഒരു ഇത് വരയ്ക്കുമ്പോ എന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒട്ടും മാച്ച് ആവില്ല, ഒട്ടും അത് കാണാൻ ഒരുപോലെ ഇരിക്കില്ല. അപ്പൊ ഞങ്ങൾക്കൊരു മാം പറഞ്ഞു തന്നത്, നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ ഏത് അനിമലിന്റെ ആണോ നമുക്ക് വരയ്ക്കേണ്ടത് അതിന്റെ പേപ്പർ എടുത്തിട്ട് ഹാഫായി മടക്കി വെച്ചിട്ട് പകുതി വരയ്ക്കുക. ഇതൊക്കെ ആകുമ്പോൾ വരയ്ക്കാൻ എളുപ്പമാണല്ലോ. പകുതി ഇങ്ങനെ വരയ്ക്കുക, ആ ഒരു ഷേപ്പ് ആക്കിയിട്ട്, എന്നിട്ട് കട്ട് ചെയ്യുക. അപ്പൊ പേപ്പർ മടക്കി വെച്ചേക്കുവാണല്ലോ, അപ്പൊ നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുപോലെ ഇരിക്കും. ആ രീതിയിലൊക്കെ നമുക്ക് മാസ്ക് ഉണ്ടാക്കാം. പിന്നെ ഞാനൊരു ഇത് പറഞ്ഞത് വെച്ചാൽ, ഈ മാസ്ക് നമ്മളിങ്ങനെ ചെവിയിലേക്ക് ഒരു ബാൻഡ് പോലെ ചെയ്യില്ലേ, അത് കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു അൺഈസിനെസ് ആയിരിക്കും. അപ്പോഴാണ് നമ്മുടെ ബാച്ചിൽ തന്നെ സ്കൂള് നടത്തുന്ന 2 ടീച്ചേഴ്സ് ഉണ്ടാവുക. പക്ഷെ ഇങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തതാണ്. സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് അവർ കോഴ്സ് ജോയിൻ ചെയ്തത്. 35 സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. വർഷങ്ങളായി നടത്തുന്ന സ്കൂളാണ്. അപ്പൊ ആരെങ്കിലും ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ച് അവര് ജോയിൻ ചെയ്തതാണ്. അപ്പൊ ആ കുട്ടികൾ എന്നോട് പറഞ്ഞത്, ടീച്ചർമാര് പറഞ്ഞത്, ഇങ്ങനെ സ്റ്റിക്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് കയ്യിൽ കൊടുത്താൽ മതി എന്ന്. അതായിരിക്കും കുട്ടികൾക്ക് കംഫർട്ടബിൾ. ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു അൺഈസിനെസ്, ഒരു സഫോക്കേഷൻ തോന്നിയാലോ. അപ്പൊ അങ്ങനെ സ്റ്റിക്ക് പിടിച്ച് അവര് ചെയ്യും. അതാവുമ്പോൾ നല്ലതായിരിക്കും. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, കൈ ഇങ്ങനെ വേദനിക്കുമോ? അവരെ കൊച്ചു കൈയല്ലേ, അപ്പൊ കൈ ഇതാവുമ്പോ തന്നെ അവര് കൈ മാറ്റി പിടിച്ചോളും, അവര് തന്നെ ചെയ്തോളും. അപ്പൊ അതൊക്കെ ഒരു ആക്ടിവിറ്റിയാ. ഇതെല്ലാം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. ഓക്കെ. പിന്നെ നമ്മളുടെ ക്ലാസ്സിൽ ഒറിഗാമി, പേപ്പർ ക്രാഫ്റ്റ്, ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, അങ്ങനെയൊക്കെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം.
പിന്നെ ഇത് പെയിന്റിങ്ങിന്റെ വർക്കുകൾ, ഫാബ്രിക് പെയിന്റിംഗ് ആണെങ്കിലും ഗ്ലാസ് പെയിന്റിംഗ് ആണെങ്കിലും അതും അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം ക്ലാസ്. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാം. അധികം അറിയാമോ? ഞാൻ ആരായിരുന്നു? പെയിന്റിംഗ് പഠിച്ചതാ. ആണോ? സോ നമുക്ക് ഇപ്പോഴൊന്നും വേണ്ട, അത് കുറച്ചുകൂടെ നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സെഷൻ അത് വെക്കാം, ഒരു 3 months ഒക്കെ കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇങ്ങനെ ബെസ്റ്റ് ഔട്ട് I did this. This is my own creation, ma'am. ബോട്ടിൽ വർക്ക്, Yes, ma'am. ബോട്ടിൽ ആർട്ടാണ്. Yes, ma'am. This is a leaf, ma'am. A leaf I did painting. You just place the one original leaf and paint it. Yes, ma'am. Okay, very good, nice. Okay, thank you. So we have many resources, so please be support. Montessori method ന്റെ ഒരു പ്രത്യേകതയാണ് റെസിപ്രോക്കൽ ഹെൽപ്പ്, മ്യൂച്വൽ സപ്പോർട്ട്, മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ ലവ്. മാം എനിക്ക് ഒരു സ്റ്റാർ എന്താണ് എന്തോ ഒരു സ്റ്റാർ ആ. ക്രിസ്മസ് അത് ഇതായി ക്രിസ്മസിന് ഇട്ടതായിരുന്നു. ആ. കാണുന്നുണ്ടോ? നല്ല രസമുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം. ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാക്കിയതാണ്. ആ, ഹസ്ബൻഡിനെയും പിടിച്ച് നമുക്ക് ക്ലാസ്സിൽ നിർത്തി നമ്മളെ പഠിപ്പിക്കാൻ പറയണോ? എല്ലാം ഉണ്ടാക്കി വരയ്ക്കുകയൊക്കെ ചെയ്തു തരും. ഓ ശരി. More things also, ma'am. Painting. So bottle specialist ആണ് മേഘന. മേഘന is bottle specialist, right? മാം Very ചെയ്യും good. ഗ്ലാസ് പെയിന്റിങ്. നമുക്കിപ്പോ എല്ലാവർക്കും ഓരോന്നും അറിയാലോ. അപ്പൊ നിങ്ങൾ പരസ്പരം നമുക്കും ഓരോരോ സെഷൻ ഇങ്ങനെ വെച്ചാൽ മതി. ഇനിയിപ്പോ ഓർക്കും എനിക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒന്നും അറിയില്ലല്ലോ, ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു വിചാരിച്ചാലും വിഷമിക്കണ്ട. നിങ്ങൾക്ക് മെഡിറ്റേഷനോ യോഗയുടെ ബേസിക് സ്റ്റെപ്സോ ചെറിയ വാമപ്പ് എക്സസൈസുകൾ അങ്ങനെയുള്ളതൊക്കെ പ്രസന്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യണം. യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. കാരണം നമ്മൾ കൊച്ചുകുട്ടികളുടെ കൂടെ പോകാനിരിക്കുന്നതാണ്. അവരെ നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. നമ്മുടെ ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. നമ്മൾ നല്ലതുപോലെ അവരെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അവരുടെ രീതികൾ മനസ്സിലാവുള്ളൂ. എന്തവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എല്ലാ കുട്ടികൾക്കും ഒരേ കാര്യങ്ങളായിരിക്കില്ല പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഒബ്സർവേഷൻ ആണ് ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് വേണ്ടുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി. അപ്പൊ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണം. നമുക്ക് കോൺസെൻട്രേഷൻ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ മൈൻഡിനെ അതിനനുസരിച്ച് സെറ്റ് ചെയ്യണം. അതിന് പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് മെഡിറ്റേഷൻ. അതൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാം, ക്ലാസ്സിൽ ചെയ്യാം. നമുക്ക് ക്ലാസ്സിൽ ഒരു 5 minutes ഒക്കെ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. എവറി ഡേ വേണമെന്നാ, പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാം. വൺസ് ആരെങ്കിലും ബ്രീത്തിങ് എക്സസൈസോ പ്രാണായാമയോ ഒക്കെ കാണിച്ചു കൊടുക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് ക്ലാസ്സിൽ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ ഈ കമ്മിറ്റി ഫോം ചെയ്യുന്നവർ തീരുമാനിക്കുക. ഏത് ദിവസം മെഡിറ്റേഷൻ ചെയ്യിക്കണം, ഏത് ദിവസം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിക്കണം, ഏത് ദിവസം വാമപ്പ് എക്സസൈസ് ചെയ്യിക്കണം. ബ്രെയിൻ യോഗ, ബ്രെയിൻ എക്സസൈസസ് ഉണ്ടല്ലോ, അതൊക്കെ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം ക്ലാസ്സിൽ. സോ എവറിബഡി വിൽ ബി വെരി റിഫ്രഷ്ഡ്. ആ ഒരു റിഫ്രഷ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വീട്ടിലെ ടെൻഷൻസ് പല കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ മനസ്സ് ആദ്യം ശാന്താക്കുക. ലൈക്ക് ഇത് വീട്ടിലും നമുക്ക് വീട്ടിലും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ആ ഒരു ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവും. ഓക്കെ, സോ നമ്മള് വി ആർ ഡീലിംഗ് വിത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആക്ച്വലി എഡ്യൂക്കേഷൻ എന്നുള്ളതിന്റെ മീനിങ് എന്താ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ യെസ് പ്ലീസ് ആരോഗ്യപഠനം. ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ പഠനം. വെറുതെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ആളുകളെ അവയർനെസ് കൊടുക്കുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവരെ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് അല്ലെ. ടു ഹെൽപ്പ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹെൽപ്പ് പീപ്പിൾ, ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. വെറുതെ കുറെ പേപ്പറിലോ അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നോട്ടീസിൽ ഇങ്ങനെ ഹെൽത്തി ഹാബിറ്റ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. സോ ആളുകളെ മനസ്സിലാക്കണം എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ എങ്ങനെ ഇൽനെസ് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും മുറിവുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും. അത് മാത്രമല്ല ചില ആളുകൾക്ക് പല ക്രോണിക് കണ്ടീഷൻസ് ഒക്കെ വരും അല്ലെ. പ്രായമായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവും പ്രായമായ നമ്മുടെ പാരന്റ്സോ റിലേറ്റീവ്സോ ആരെങ്കിലും, അവർക്ക് ഡയബറ്റിക്, പ്രഷർ, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് എന്തെങ്കിലും ആസ്മയുടെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഇത് ലിപ്സിൽ എന്തെങ്കിലും പെയിൻ, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരും അല്ലെ. ഏജ്ഡ് ആവുമ്പോഴേക്കും, ഏജ്ഡ് ആവണമെന്നില്ല, വീക്ക് ആണെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങൾ വരും. കുഞ്ഞുങ്ങളിലും വരാം അസുഖങ്ങൾ. അങ്ങനെ വരുമ്പോൾ ക്രോണിക് കണ്ടീഷൻസ്, ഡയബറ്റിക് വരുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ക്രോണിക് കണ്ടീഷൻസ്, തൈറോയിഡ്, അത് ആർക്കും വരാം, ഏത് പ്രായത്തിലും. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം. ഈ ഡയബറ്റിക് അല്ലെങ്കിൽ തൈറോയിഡ് എന്നൊക്കെ പറയുന്നത് ഒരു അസുഖമല്ല, ശരിക്കും ഒരവസ്ഥയാണ്, ഒരു കണ്ടീഷൻ ആണല്ലേ. നമ്മുടെ ബോഡിയിലെ ചില ഹോർമോൺസിന്റെ പ്രവർത്തനം, അതിന്റെ ബാലൻസ് തെറ്റുമ്പോഴാണ് ഈ ഡയബറ്റിക് കണ്ടീഷൻ, തൈറോയിഡ് കണ്ടീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഹോർമോണിനെ ഒന്ന് മാനേജ് ചെയ്യാം, മീൻസ് ആ ഒരു ഹോർമോൺ ലെവലിനെ നമുക്ക് മെഡിക്കേഷൻസ് എടുത്ത് അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ, എക്സസൈസുകള്, നമ്മുടെ ഡയറ്റ്, റൊട്ടീൻ ഒക്കെ കറക്റ്റ് ചെയ്ത് അതിനെ കറക്റ്റ് ആക്കുക. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ മനസ്സിലാക്കിക്കുന്നു, ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ഹൗ ടു മെയിൻറ്റെയിൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്, അസുഖങ്ങളെ എങ്ങനെ പ്രിവെന്റ് ചെയ്യണം, അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കണം. ഇനി എന്തെങ്കിലും ഒരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണിക്കേണ്ടതാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പിന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഇതുപോലെ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അങ്ങനത്തെ കേസസിലേക്കൊക്കെ വരുവാണെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. എന്റെ ഹസ്ബൻഡിന് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ള ഒരാളാണ്. ആൾ ഡയബറ്റിക് ആണ്, പ്രഷറും ഉണ്ട്. അത് കൂടാതെ വാസ്കുലൈറ്റിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആൾക്ക് വന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. നമുക്കറിയാം നമ്മുടെ ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലേ. അതുകൊണ്ടാണ് ചിലപ്പോൾ വീട്ടിൽ എല്ലാവർക്കും പനി വന്നാൽ ചിലപ്പോൾ നമുക്ക് വരില്ല, നമ്മൾക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി. കണ്ണിന് ഇൻഫെക്ഷൻ വരുന്നു, വീട്ടിലെല്ലാവർക്കും ഒന്നും നമുക്ക് വന്നില്ലെങ്കിൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും ബോഡിയിൽ സർട്ടൺ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. നമ്മുടെ ബോഡിയിൽ കുറച്ച് സോൾജേഴ്സ് ഉണ്ടെന്ന് പറയാം, അസുഖങ്ങൾ ഇങ്ങനെ വരുമ്പോൾ അവരെ തടുത്തു നിർത്തുന്നത്. ബട്ട് സംടൈംസ് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾജേഴ്സ് നമ്മുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വരുന്നപ്പോ പലർക്കും പല രീതിയിലാണ് വരുന്നത്. എന്റെ ഹസ്ബൻഡിന് ഇതിന്റെ സിംറ്റം കാണിച്ചത് സ്കിന്നിന് പുറത്തായിരുന്നു, റാഷസ് പോലെ വന്നു. ഇച്ചിങ് ഒന്നുമില്ല, റാഷസ് വരുന്നു, കൊതുക് കടിച്ച പോലെ കുത്തായിരുന്നു ആദ്യം. അതിങ്ങനെ മേർജ് ആവാൻ തുടങ്ങി. അങ്ങനെ ആ ഡോക്ടറെ കാണിച്ച് നമ്മള് ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോഴാണ് ഇത് നോക്കുക. അതും ആൾക്ക് ആദ്യം പ്രശ്നമൊന്നുമല്ല, പക്ഷെ പിന്നെ നടക്കാൻ വയ്യാതായി, മസിൽസിന് പെയിൻ വന്നു തുടങ്ങി. പിന്നെ ഭയങ്കരമായ അബ്ഡോമൻ പെയിൻ, വയറുവേദന ഭയങ്കരമായിട്ട്. അപ്പൊ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാല് പുറമേ സ്കിന്നിലാണ് ഇത് കാണുന്നത്, പക്ഷെ നമുക്ക് ഈ ഇൻഫെക്ഷൻ കാരണം ബോഡിയുടെ ഏതെങ്കിലും ഇന്റേണൽ ഓർഗൻസിനെ ഇത് ബാധിക്കും. ഇൻഫെക്ഷൻ എവിടെയും വരാം. അപ്പൊ വൈറൽ ആയതുകൊണ്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആകാനാണ് സാധ്യത എന്ന് അവർ പറഞ്ഞു. ഇത് നമ്മൾ അടുത്ത ഡയഗ്നോസിസ് ആണ്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെറുതായിട്ട് ഇൻഫെക്ഷൻ. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഇങ്ങനെ ചുരുണ്ട് ഇങ്ങനെ കിടക്കുമല്ലേ, അതിൽ പോയി എൻഡോസ്കോപ്പിയോ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ സ്റ്റിറോയിഡ് ആയിരുന്നു ആകെയുള്ള മെഡിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ആള് ഡയബറ്റിക് ആയതുകൊണ്ട് സ്റ്റിറോയിഡ് കൊടുക്കാൻ പറ്റില്ല. ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ആവും, 500 ഒക്കെ എത്തിയാൽ. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. അവര് ഷുഗർ കൺട്രോൾ ചെയ്ത് ഒരു ബൈ പ്രൊഡക്റ്റ് പോലെയാ സ്റ്റിറോയിഡ് കൊടുക്കുള്ളൂ. സാധാരണ കൊടുക്കുന്ന പോലെ മുഴുവനേ കൊടുക്കില്ല. അങ്ങനെ എല്ലാം മോണിറ്റർ ചെയ്ത് ശരിയാവും. എപ്പോഴെങ്കിലും പനി വരുമ്പോൾ വീണ്ടും നമ്മൾ പോയി അഡ്മിറ്റ് ആവണം. കാരണം പനി വരുമ്പോൾ ഇൻഫെക്ഷൻ വരുവാണല്ലോ, അപ്പൊ ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വീണ്ടും അഡ്മിറ്റ് ആയി പനി കുറഞ്ഞു കഴിയുമ്പോഴേ അവര് തിരിച്ചു വിടുള്ളൂ. പനി വരാതെ നോക്കണം എന്നാ പറയുന്നത്. പനി വന്നാൽ അപ്പൊ തന്നെ അഡ്മിറ്റ് ആവണം, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. സോ അതാണ്. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾക്കും പല ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടാകും. അവർക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾക്ക് അതിനൊരു അവയർനെസ് കിട്ടി. നമുക്ക് ഇങ്ങനെ ഒരു അസുഖത്തെ പറ്റി അറിയില്ലായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിന്റെ ഒരു അവയർനെസ് കിട്ടി, അത് വന്നാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ അതാണ്. അപ്പൊ ആളുകൾക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് പറയുക കേട്ടോ. ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു ആളുകളെ ടു അണ്ടർസ്റ്റാൻഡ്
ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. രണ്ടാമത്തത് ഹൗ ടു പ്രിവെന്റ് ഇൽനെസ്. മൂന്നാമത്തത് ഹൗ ടു മാനേജ് ഇഫ് ആൻ ഇഞ്ചുറി ഒക്കേഴ്സ്. ഒരു ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മുറിവാകാം, ചതവാകാം, ഇപ്പൊ വീഴാം അല്ലെ, പ്രായമായവരും വീഴാം, കുട്ടികൾ വീഴാം, ആരും വീഴാം. വീഴുമ്പോ എന്തെങ്കിലും മുറിവ് വരുമ്പോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സ്വെല്ലിംഗ് ഒക്കെ വരുമ്പോ എങ്ങനെ അത് മാനേജ് ചെയ്യണം. പിന്നെ ക്രോണിക് കണ്ടീഷൻസ് ഉള്ള അസുഖങ്ങളാണെങ്കിൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെങ്കിൽ അതും എങ്ങനെ മാനേജ് ചെയ്യണം. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. അതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഹൗ ടു മെയിൻറ്റെയിൻ healthy lifestyle, how to prevent illness, how to manage injuries, how to manage chronic conditions. ഇത്രയും കാര്യങ്ങളായിരുന്നു ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ്, ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്താണ്? നോളജ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് എയ്ഡ് അല്ലെ, പെട്ടെന്നായിരിക്കും ആക്സിഡൻസ് ഒക്കെ സംഭവിക്കുന്നത്. ആ സ്പോട്ടിൽ ആ ഒരു ആൾക്ക്, ആ ഒരു വിക്ടിമിന്, ഇത് കണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്പോട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അതൊക്കെ ഒരു ട്രെയിൻഡ്, ഇപ്പൊ അതിനൊക്കെയുള്ള ട്രെയിനിങ്ങുകൾ സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ടല്ലേ, സ്കൂളുകളിൽ, ചില ഓഫീസുകളിൽ. അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ലോക്കൽ അതോറിറ്റിയുമായിട്ട് സഹകരിച്ച് അവന്റെ സപ്പോർട്ടോടു കൂടി ഇതുപോലുള്ള അവയർനെസ് സെഷൻസ് കൊടുക്കാറുണ്ട്. ഈ പോലീസുകാരെ ഡിഫൻസ് കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷനുകൾ പല പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ലേഡീസിന് പെട്ടെന്ന്, കാരണം അവര് പകല് വീട്ടിലൊറ്റയ്ക്കായിരിക്കും, ഹൗസ് വൈഫ് ഒക്കെ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് കയറി കള്ളുമാരോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം, എങ്ങനെ അതിനെ നേരിടാം, അതൊക്കെ കൊടുക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിലും ഈ പല കാര്യങ്ങളിലും, അതായത് ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോയ ഒരു കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവന്നു, പൾസ് ഉണ്ട്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ബട്ട് കുട്ടി അങ്ങ് അൺകോൺഷ്യസ് ആണ്, കോൺഷ്യസിലേക്ക് ആവുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ് ആക്കാൻ എന്തെല്ലാം സ്റ്റെപ്സ് ചെയ്യണം, അകത്ത് വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പുറത്തേക്ക് കളയണം, അങ്ങനെ പിന്നെ തണുത്ത് ഇരിക്കുമായിരിക്കുമല്ലോ, ബോഡി ചൂടാക്കണം, ബോഡി ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരണം, നോർമൽ ടെമ്പറേച്ചർ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പൊള്ളലേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാൽ, പെട്ടെന്ന് ബോധം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരുമല്ലോ, അപ്പൊ CPR കൊടുക്കുന്നത്, ഇപ്പൊ അതിനുള്ള ട്രെയിനിങ് മിക്കയിടത്തും കൊടുക്കുന്നുണ്ട്, CPR പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള നോളജ്, അതുപോലെ സ്കിൽസ്, അതാണ് ഇപ്പൊ എല്ലാ സമയങ്ങളിലും ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ ഹെൽത്ത് പ്രൊഫഷണൽസ് അവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ, സാധാരണ ആളുകളല്ലേ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ പല നാച്ചുറൽ കലാമിറ്റീസും ഫേസ് ചെയ്തു, ഫ്ലഡ്, അങ്ങനെ സോയിൽ ഇറോഷൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ആ സമയത്ത് സമീപത്തുള്ള നാട്ടുകാരും വോളണ്ടിയേഴ്സും ഒക്കെ ആയിരിക്കും ഓടി ചെല്ലുന്നത്. ഇവർക്ക് ഇത് അറിയണമെന്നില്ല. അപ്പൊ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ ഈ വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ഡിസാസ്റ്റർ മാനേജ്മെന്റിലൊക്കെ വോളണ്ടിയർ ആയിട്ട് താല്പര്യത്തോടെ ചെല്ലുന്നവർക്ക്, അവർക്ക് പീരിയോഡിക്കലി ഇതുപോലുള്ള ക്ലാസ്സസ് കൊടുക്കും. എങ്ങനെ ഇതൊക്കെ വന്നാൽ തീപിടുത്തം സംഭവിച്ചാൽ അങ്ങനെ ആളുകളെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിലും സ്കൂൾ ലെവലുകളിലും ഇത് കാര്യമായി നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു ന്യൂസിൽ എന്തോ വായിച്ചതാ, 2 ചെറിയ കുട്ടികള് ബസ് സ്റ്റോപ്പിലോ വഴിയിലോ എവിടെയോ ആരോ കഴിഞ്ഞു വീണ ആളെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു എന്നും പറഞ്ഞിട്ട്. കാരണം ആ റീസെന്റ് 1-2 ദിവസം മുമ്പോ അങ്ങനെ ആ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇതിന്റെ ഒരു ക്ലാസ് കിട്ടിയതായിരുന്നു. സോ അവരത് അപ്ലൈ ചെയ്തു, ചെറിയ കുട്ടികളാണ്. അപ്പൊ അതാണ്, അപ്പൊ കുട്ടികൾക്കും നമുക്ക് കൊടുക്കാം. ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചറിയണത്. സാധാരണയിൽ നിന്നും വ്യത്യാസമായിട്ട് പ്രായമായ ആൾക്കാര് ചില അസുഖങ്ങൾ വരുമ്പം, ഓർമ്മയുടെ പ്രശ്നം, അങ്ങനെയൊക്കെ അവർ റിയാക്ട് ചെയ്യുമല്ലോ. അപ്പൊ കുട്ടികളാണ് ഇത് പെട്ടെന്ന് തിരിച്ചറിയുന്നത്, നമ്മളെ അറിയിക്കുന്നത്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സ്കിൽ, നോളജ്, അതെല്ലാം സ്കൂൾ തലങ്ങളിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എല്ലാ മനുഷ്യരും, ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ്, അവർക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അവർക്ക് സ്വന്തം അവരുടെ ഒരു ആരോഗ്യാവസ്ഥയെ കുറിച്ചൊരു ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയറിന്റെ ഡിഫറൻസ് പറഞ്ഞു അല്ലെ. ഒരു പേഴ്സന്റെ ക്യാരക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ. ഹാബിറ്റ്സ് എന്ന് പറയുന്നത് റൊട്ടീനായി നടക്കുന്നത് അല്ലെ.
ഇപ്പം എവറി ഡേ മോർണിംഗ് എണീറ്റ് ഉടനെ തന്നെ പല്ല് തേച്ച് വേഗം കുളിക്കുന്ന ശീലം ചിലർക്കുണ്ട്. ചിലര് അത് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്മോക്കിംഗ് അതൊരു ഹാബിറ്റ് ആണ് ആളുകളില്. സോ ഹി ക്വിറ്റ് ഹിസ് ഹാബിറ്റ്, സ്മോക്കിംഗ് ഹാബിറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. സോ അതൊരു ഹാബിറ്റ് ആണ്, അയാളുടെ റൊട്ടീന്റെ ഭാഗമായി ചേർന്നു. ചിലപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അയാൾക്കൊന്ന് സ്മോക്ക് ചെയ്യണം, ഉറങ്ങുന്നതിന് മുമ്പ് സ്മോക്ക് ചെയ്യണം. സോ ദാറ്റ്സ് അയാളുടെ റുട്ടീന്റെ ഒരു ഹാബിറ്റായി മാറി. അപ്പൊ അതൊരു നല്ല ഹാബിറ്റ് എന്നല്ല പറഞ്ഞത്. സോ ഹാബിറ്റിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ഹാബിറ്റും ബിഹേവിയർ ആണ് ഒരാളുടെ ക്യാരക്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന കാര്യം. സോ നമ്മളിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ലൗഡ് വൺസ് അടുത്തുള്ളപ്പോൾ നമ്മൾ കാണിക്കുന്നത്. നമ്മളുടെ ഫ്രണ്ട്സിനോടുള്ള രീതികൾ, നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു പ്രൊഫഷണൽ ടച്ച് ആയിരിക്കുമല്ലോ അവിടുത്തെ നമ്മളുടെ ബിഹേവിയർ. അങ്ങനെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ സോണിൽ നമ്മൾ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കില്ല നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കാണിക്കുന്നത്. സോ അതൊക്കെ നമ്മുടെ ക്യാരക്ടറിന്റെ ഭാഗമാണ്. ഓക്കെ, സോ അത് നമ്മൾ എങ്ങനെയാ എവിടെ വരെ പറഞ്ഞു വായിച്ചു കഴിഞ്ഞിരുന്നു? Ma'am, now we have to start scope of health education, ma'am. Okay, so we will do one thing. Yeah, ma'am. Can we anyone please read that portion, importance of health education? The 3 bullet points are there, including that bullet points. Okay, ma'am. Please read who have better quality audio. ഞാൻ Yes, വായിക്കാം. please. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in a school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expects school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound. Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. So we are focusing on school, അല്ലെ? About health education. നമ്മൾ സ്കൂളിനെ ഫോക്കസ് ചെയ്ത് പറയുവാണ്. സ്കൂളിൽ കുട്ടികൾക്ക് അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ചെറിയ പ്രായമാണ്, ആ സമയത്ത് അവർക്ക് കിട്ടുന്നതെല്ലാം അവർ അബ്സോർബ് ചെയ്യും, അവരതെല്ലാം ഉൾക്കൊള്ളും. സോ വി ഹാവ് ടു ഡു ലൈക്ക് ദിസ്. അപ്പൊ അവരത് വീട്ടിൽ വന്ന് പറയും. വീട്ടിൽ വന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പല പല കുട്ടികൾ അവരുടെ വീട്ടിൽ വന്ന് ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ കുട്ടികൾ പറയുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുമല്ലോ. സോ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായി മാറും ആ ഒരു അവർക്ക് കിട്ടിയ ആ ഒരു അവയർനെസ്. സോ ഒരു നല്ല ഹെൽത്തി കമ്മ്യൂണിറ്റി, അങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി വരുമ്പോഴേക്കും സോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് അവിടെ വന്നു. അങ്ങനെ കുറെ സൊസൈറ്റികൾ ചേരുമ്പോഴാണ് ഒരു റീജിയനായി മാറുന്നത്, അല്ലെ? അങ്ങനെ നമ്മളുടെ നാട്ടിൽ മുഴുവൻ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സിസ്റ്റം, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആയിട്ട് മാറും. സ്കൂളിലൂടെ ഈ ഒരു നോളജ് കുട്ടികൾക്ക് കിട്ടുന്നു. പാരന്റ്സിനും ഇതുപോലെ ഇപ്പൊ സ്കൂളുകളിലെ പാരന്റ്സിനും അവയർനെസ് കൊടുക്കാറുണ്ട്, ടീച്ചേഴ്സിനും അവയർനെസ് കൊടുക്കാറുണ്ട് പല രീതികളിലും. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഏരിയ തിരിച്ചിട്ട് അവയർനെസ് കൊടുക്കാറുണ്ട്, സർവേ നടത്താറുണ്ട്, നമുക്ക് പല ഇൻഫർമേഷൻസും നമ്മൾക്ക് കൊണ്ടുവന്ന് പാസ് ചെയ്യാറുണ്ട്. ഓക്കെ,
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ആ രീതിയിലല്ല ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഈ കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഈ നോളജ് നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. നമ്മളിപ്പോ പോയി നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുവാന്ന് വിചാരിച്ചു. നമ്മൾ ആ ക്ലാസ് എടുക്കാൻ എപ്പോഴാണ് നമുക്ക് അതിനുള്ള യോഗ്യത നമുക്കുള്ളത്? എപ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളിൽ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് വേറൊരാൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് അർത്ഥമുള്ളൂ. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പേപ്പറുകളിൽ കിട്ടുന്നതോ അല്ലെങ്കിൽ മീഡിയാസിലൂടെ കിട്ടുന്ന അവയർനെസ് മാത്രമല്ല, അത് മനസ്സിലാക്കി നമ്മൾ നമ്മളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് അത് അതിന്റെ ഒരു കംപ്ലീറ്റ്നെസ് ആവുന്നുള്ളൂ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത് സ്കൂളിൽ വരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ പ്രിമിസസ് ഓൾസോ നല്ല ഹൈജീൻ ആയിരിക്കണം. കാരണം ഇവർക്ക് അഫിലിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടുള്ളൂ. അത് മാത്രമല്ല, സ്കൂളിന്റെ കേസ് മാത്രമല്ല, ഒരു ഹോട്ടൽ അല്ലെ, എത്രയോ ഹോട്ടലുകളെ ബാൻ ചെയ്യുന്നു, അവരുടെ ഹൈജീൻ പ്രോപ്പർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും ബാൻ ചെയ്യാറില്ല. അപ്പൊ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും, വെദർ ഇറ്റ് ഇസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് തന്നെയായാലും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല പല ഓർഗനൈസേഷൻസുകളാണെങ്കിലും അവിടെ സർട്ടൻ കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്കൂൾ അതോറിറ്റീസ് എപ്പോഴും ഒരു ഗ്യാരണ്ടി കൊടുക്കണം. കുട്ടികളുടെ ഹെൽത്തിനെ തകരാറിലാക്കുന്ന, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും ആ സ്കൂളിൽ പാടില്ല എന്നുള്ളത്. നല്ല പ്ലെന്റി ഓഫ് ക്ലീൻ വാട്ടർ അവിടെ അവൈലബിൾ ആയിരിക്കണം. ഫ്രഷ് എയർ, സൺലൈറ്റ്, അടച്ചുകെട്ടിയ റൂമുകളൊന്നും പാടില്ല. അവർക്ക് നല്ല സൺലൈറ്റും അതുപോലെ തന്നെ ഫ്രഷ് എയറും വേണം. പ്രോപ്പർ വാട്ടർ സപ്ലൈ അവൈലബിൾ ആയിരിക്കണം, കുടിക്കാൻ മാത്രമല്ല ക്ലീനിങ് പർപ്പസസിന്. പിന്നെ കുട്ടികൾക്ക് സ്കൂളില് അവർക്ക് PT പീരീഡ് ഉണ്ടാവും അല്ലെ, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സസൈസസ് പ്രൊവൈഡ് ചെയ്യണം. കാരണം അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം വളരെ പ്രാധാന്യമാണ്, മനസ്സിന്റെ ആരോഗ്യം ഇമ്പോർട്ടന്റ് തന്നെയാണ്. സ്റ്റഡി അവേഴ്സിന്റെ ഇൻ ബിറ്റ്വീൻ PT പീരീഡ് ഉണ്ടാവും. മിക്കവാറും ഒരു ആഴ്ചയിൽ 2 PT പീരീഡ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ കുട്ടികൾ മോർ പവർഫുൾ ആയിരിക്കും, അവരുടെ ആ ഒരു എനർജി ലെവൽ നല്ല രീതിയിൽ തന്നെ വരും, ആക്റ്റീവ് ആകും. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കാരണം കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക, ഫിസിക്കലി മാത്രമല്ല മെന്റലി, കോഗ്നിറ്റീവ്ലി, ബുദ്ധിപരമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലി വൈകാരികമായിട്ടും എല്ലാം ഇവര് വളർന്നുകൊണ്ടിരിക്കുക. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ അതിന് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ സ്കൂളിൽ മാത്രമല്ല വീട്ടിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ പാരന്റ്സിന്റെയും മറ്റുള്ളവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടി പോകുന്ന 3 ഇടങ്ങളാണ് സ്കൂൾ, ഹോം, സൊസൈറ്റി. ഈ 3 സ്ഥലങ്ങളും പ്ലസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഗ്രോത്ത് വിൽ ബി, നല്ല രീതിയിൽ തന്നെ ഗ്രോത്തും ഡെവലപ്മെന്റും പോകും. ഓക്കെ, സോ ഇതായിരുന്നു ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പൊ നമുക്ക് കുറെ കണക്ട് ചെയ്യാൻ പറ്റും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഓക്കെ, ഇതിന്റെ ഈ ഫസ്റ്റ് ഇയറിന്റെ കാര്യം പറയുമ്പോൾ പറയാണ്, എന്നുവെച്ചാൽ എന്റെ മോനിപ്പം LKG-യിലാണ്. അപ്പം അവൻ കഴിഞ്ഞ ദിവസം ഒന്ന് വീണിട്ട് ചുണ്ട് പൊട്ടി നോക്കുമ്പം എന്റെ ഹസ്ബൻഡ് കൂടെ തന്നെ ഉണ്ടെങ്കിൽ കൂടെ അത് ബ്ലഡ് ഒക്കെ വന്ന് എന്താ സംഭവം എന്ന് നോക്കാനുള്ള ആ ഒരു ഗട്സ്, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും എന്റെ ഹസ്ബൻഡിന് പേടി. ആകെ വേർത്തു, ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നിട്ട് എന്നെ തപ്പി എവിടേക്കൊക്കെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് എന്താ നോക്കുന്നു പറഞ്ഞിട്ട് അങ്ങ് വിട്ട് ദൂരെ പോയി നിന്നു. എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ചില ആൾക്കാർക്ക് അത് ചെയ്യാനാവുള്ളൂ. കാര്യങ്ങൾ അറിയും, ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം ഇതൊക്കെ, പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കത് എന്താ ചെയ്യണ്ടേന്ന് അവർക്ക് അറിയില്ല. അതേപോലെ എന്റെ ചെറിയ വാവയ്ക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ. അവനൊരു പോപ്പറിട്ട് വാരിട്ടപ്പം തൊണ്ടയിൽ കുടുങ്ങിയിട്ട് വൊമിറ്റ് ചെയ്യാൻ വന്നു. ആ കണ്ണിനൊക്കെ കുറച്ച്, അപ്പൊ ഞാൻ അവനെ എടുത്തിട്ട് തല കുത്തിട്ട് പിടിച്ചിട്ട് പുറത്ത് 2 കൊട്ടൊക്കെ കൊട്ട് സംഭവം പുറത്തേക്ക് വന്നു. പക്ഷെ എങ്കിൽ ഇവർക്ക് അത് ആവില്ല. ആ സമയം ആകെ വേർക്കും, ആകെ ടെൻഷൻ ആവും, എവിടേക്കാ പായണ്ടേന്ന് അറിയില്ല, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ഇവർക്ക് മാത്രമല്ല ചില ഭൂരിഭാഗം ആൾക്കാർക്കുള്ള പ്രശ്നം. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കും. അതെ അതെ, ശരിയാണ്. നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയില്ല, പാനിക്കാവും. അതാണ് നിങ്ങൾക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ വേണ്ട ക്വാളിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ റീജ പറഞ്ഞ പോലെ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ അലേർട്ട് ആയിരിക്കണം. നമ്മളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം വിക്ടിം, അതായത് പ്രശ്നം പറ്റിയിരിക്കുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമുക്ക് അടുപ്പമുള്ള ആളായിരിക്കും. ബട്ട് വി ഷുഡ് അലേർട്ട്.
നമ്മൾ അലേർട്ട് ആയിരിക്കണം. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളത്. പക്ഷെ ആ അലേർട്ട്നെസ് വരാനാണ് ആളുകളുടെ ബുദ്ധിമുട്ട്. ഈ പറഞ്ഞതുപോലെ അവരങ്ങ് പാനിക് ആവും, അവർ ചിലപ്പോൾ തലറങ്ങി വീഴും. പിന്നെ അവരെ നോക്കണ്ട, അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് എയ്ഡ് എടുക്കേണ്ട ഒരാളുടെ ക്വാളിറ്റീസ് നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അലേർട്ട് ആയിരിക്കും, ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കണം. നമുക്ക് ടൈമില്ല, ഓരോ സെക്കൻഡ്സും അവിടെ വിലപ്പെട്ടതാണ്. ആളുടെ ആരോഗ്യത്തെ ബാധിച്ചിരിക്കുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ, അതാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് പറയുന്നത്. അങ്ങനെയുള്ളവർ അതിന് വരണം എന്നാണ് പറയുന്നത്. ബട്ട് മേ ബി ടൈംലി ഹസ്ബൻഡ് മാറ്റം വരുമായിരിക്കും. കാരണം കുഞ്ഞല്ലേ, നമ്മളുടെ കുട്ടിയാന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വാരിയെടുത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു പോകും. മേ ബി റീജൻ അത്ര ഡിപ്പെൻഡന്റ് ആയിരിക്കാം ഹസ്ബൻഡ്, അതുകൊണ്ടായിരിക്കാം റീജ് ചെയ്യും എന്നുള്ളത് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ആളങ്ങോട്ട് ഇതാവണതെന്ന് തോന്നുന്നു. അതെ 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 അതെ. മാതിരി മൂക്കിലൊരു ദിവസം കടലപ്പൊട്ട് എടുത്തിട്ടു. അപ്പൊ അംഗനവാടിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ ടീച്ചർ കുറെ മൂക്കില് തുണിയൊക്കെ ഇട്ട് തെറുത്തിട്ട് നോക്കി. പക്ഷെ അത് പുറത്തോട്ട് പോരണ്ടായിരുന്നില്ല. അതകത്ത് വീർത്ത് ഉള്ളിലോട്ട് കേറിപ്പോയി. പിന്നെ അപ്പൊ തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ, ഹസ്ബൻഡ് പുറത്താ, ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ, വേറെ ആരെയും വിളിച്ചില്ല. ഞാൻ ടീച്ചറെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി എടുത്ത് കൊണ്ടുവന്ന്. ആള് പെട്ടെന്ന് പേടിച്ചു പോയി. ടീച്ചറും പേടിക്കുമല്ലോ. അതാണ് നമുക്ക്. പിന്നെ നമുക്കിപ്പോ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഹോസ്പിറ്റൽ ഫെസിലിറ്റി നിയർ ബൈ ആണ്, പലയിടത്തും ഉണ്ട്. അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടാവില്ല. ഞാൻ ഇതുപോലെ ക്ലാസ്സസ് ഉള്ള സമയമാണ്. അപ്പം ഒരു ക്ലാസ് കഴിഞ്ഞ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ക്ലാസ്. അപ്പൊ അങ്ങനെ 2:30 ഒരു ക്ലാസ് കഴിഞ്ഞു, 3 o'clock ഒരു ക്ലാസ് ഉണ്ട്. ഈ നമ്മുടെ ക്ലാസ് അല്ല കേട്ടോ, അതിന് മുമ്പ് മാത്സിന്റെ ട്യൂഷൻ എടുത്തിരുന്നു ഓൺലൈനായിട്ട്. കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ചപ്പോ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ധൃതി പിടിച്ച് കഴിച്ചപ്പോ മുള്ളു കൊണ്ടു എനിക്കിവിടെ. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഈ ഭാഗത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ മുള്ള് കൊള്ളുമ്പോ നമ്മൾ എന്താ ചെയ്യാ, ചോറെടുത്ത് വിഴുങ്ങുന്നു, പഴമെടുത്ത് വിഴുങ്ങുന്നു, അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ ഒന്നും ചെയ്തിട്ട് എനിക്ക് ഇത് മാറുന്നില്ല. അപ്പൊ ഞാൻ എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറി. എന്റെ ഫ്രണ്ടിന്റെ മോളാണ്, ഷാർജയെന്നാണ് ആ കുട്ടി ജോയിൻ ചെയ്യാനായിട്ടോ. അപ്പം ക്ലാസ്സിലേക്ക് കയറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. കാരണം സംസാരിക്കാൻ തുടങ്ങുവാണല്ലോ. അപ്പൊ ഇത് കിടന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യുക. അപ്പൊ എന്റെ ഈ വിൻ പൈപ്പിന് അടുത്തായിട്ടായിരിക്കും, നമ്മളുടെ ശ്വാസം ബ്രീത്ത് ചെയ്യുന്ന ആ പൈപ്പിന് അടുത്തായിട്ടായിരിക്കണം. അപ്പോ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ മോൾ അപ്പുറത്തെ റൂമിലുണ്ട്. ഞാൻ അവളെ വേഗം അവിടെ ചെന്ന് വിളിച്ചു. ഈ കുട്ടിയോട് ഇങ്ങനെ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല, കൈ കൊണ്ട് അങ്ങേ കാണിച്ചിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയിട്ട് പറയാ ക്ലാസ് ക്യാൻസൽ ചെയ്യാണ്, അമ്മയ്ക്ക് വയ്യായിട്ടാന്ന് പറയാം. അങ്ങനെ ക്ലാസ് ക്യാൻസൽ ചെയ്തു. എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. മലർന്ന് കിടക്കുമ്പോ ഒരു ആശ്വാസം. എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഹസ്ബൻഡിന് എത്തുമ്പോ 8 മണിയാവും. ഞാനൊരു വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മളുടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, പഴയ ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോഴേക്കും അവര് പറഞ്ഞു ഒരു 6 മണി കഴിഞ്ഞ സമയമായിട്ടോ. ഞാൻ കുറെ നേരമൊക്കെ പിടിച്ചു നിന്നു, ഇത് മാറുന്നില്ല. അപ്പൊ മോളെ കൊണ്ട് ഞാൻ നോക്കിച്ചു. അപ്പൊ അവള് പറഞ്ഞു എന്തോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാണാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മിററിൽ നോക്കിയിട്ടൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങനെ വാ തുറന്ന് പിടിച്ചു നോക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ഒന്നും ഇറക്കാനും പറ്റാത്തൊരവസ്ഥയെ. അങ്ങനെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ പോയി. അപ്പൊ അവര് പറഞ്ഞ ENT പോയല്ലോ, ENT ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ചും കൂടെ ഫെസിലിറ്റി ഉള്ള തൊട്ടടുത്ത് വേറെ ഹോസ്പിറ്റൽ അവിടെ ചെന്നപ്പോഴേക്കും അവരും പറഞ്ഞു ENT പോയി, അവർക്കും കാണാം, സംഭവം ഇരിക്കുന്ന കാണാം. അപ്പൊ കാഷ്വാലിറ്റിയിലെ ഡോക്ടറാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ENTയെ തന്നെ കാണിക്കുന്നു പറഞ്ഞു. അപ്പൊ അവിടെ വർക്ക് ചെയ്തിരുന്ന ENT അവിടുന്ന് റിസൈൻ ചെയ്ത് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് അവിടെ അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സാറിനെ ഒന്ന് വിളിച്ചു നോക്കൂ, രാത്രി 8 മണി വരെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ 7 മണി ആവാറായി. ഞാൻ വിളിച്ചപ്പോഴേക്കും അവര് പറഞ്ഞു കുറെ പേഷ്യൻസ് ഉണ്ട്, നാളെ വരാൻ പറഞ്ഞു. ഈ ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു നാളെ ആവുമ്പോ എന്റെ കാര്യം ഒരു തീരുമാനമാകും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പരിചയമുള്ള ഒരു ഓട്ടോ പയ്യനുണ്ട്. ഹസ്ബൻഡ് എറണാകുളത്ത് നിന്ന് പറവൂര് വരെ എത്താനുള്ള സമയവും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ആ കൊച്ചിനെ വിളിക്കാൻ പറഞ്ഞു. അതിനെ വിളിച്ചപ്പോ അതുകൊണ്ട് ചേച്ചി പേടിക്കണ്ട, നമുക്ക് പറവൂരുള്ള എല്ലാ ENTകളെ കാണാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് നോക്കിയപ്പോൾ ഒരിടത്തും ഡോക്ടേഴ്സ് ഇല്ല. അങ്ങനെ പിന്നെ നമ്മളുടെ ഇവിടെ അടുത്ത് മാഞ്ഞാലി കഴിഞ്ഞിട്ട് ചാലാക്ക എന്നൊരു ഭാഗത്ത് ഒരു മെഡിക്കൽ കോളേജ് പോലെ ഉണ്ട്. അവിടെ ചെന്നപ്പോ അവിടെ പഠിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ഈ PGക്ക് പഠിക്കുന്നൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഒരു ചെറിയൊരു പെൺകുട്ടി, ഒരു ഡോക്ടർ കേട്ടോ, ചെറിയ കുട്ടിയാ. അപ്പൊ അത് വന്നിട്ട് അങ്ങനെ ആദ്യം വന്ന ഡോക്ടർ പറഞ്ഞു നമുക്ക് കീറിയെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പൊ ഈ ഒരു കുട്ടി വന്നിട്ട് അതൊരു സാധനമല്ലേ, ടീസർ
ടീച്ചർ വെച്ചിട്ട് ആ മുള്ളെടുത്തു. പിന്നെ വി പോലെ ഇരിക്കുന്ന നല്ല കട്ടിയുള്ള മുള്ളായിരുന്നു. അതാണ് ചോറ് കഴിഞ്ഞിട്ടൊന്നും പോകാത്ത, അതവിടെ കുത്തി നിൽക്കുകയായിരുന്നു എന്റെ ഈ ഭാഗത്തായിട്ട്. ഞാൻ ആ ഡോക്ടറെ ഒന്ന് തൊഴുതു. കാരണം ഞാൻ അത്രയും നേരം അനുഭവിച്ചത് 8:30 സമയത്ത് ആ ഉച്ചയ്ക്ക് കയറിയ മുള്ള് എടുക്കുന്നത്. ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. അപ്പൊ അത് ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്പീഡിൽ കഴിച്ചപ്പോ പെട്ടെന്ന് ആ ഒരു മുള്ള് കയറി അവിടെ കൊണ്ടു. ഇതൊക്കെ ഒരു ഭയങ്കര അപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്, ഇങ്ങനെ ഒരു അയില ഫ്രൈ കഴിച്ചത് 1000 രൂപ ചെലവായി. അതിന്റെ മുള്ളു കൊണ്ടിട്ട് മുള്ളെടുക്കാൻ ഹോസ്പിറ്റലിൽ പോയതാ. 1000 rupees കൊടുക്കേണ്ട വന്നു ഹോസ്പിറ്റലിൽ. അതുപോലത്തെ പ്രൊസീജിയർ ആയിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അലേർട്ട്നെസ് അത് തന്നെയാണ്. അപ്പൊ ഞാൻ ഓർക്ക കുഞ്ഞുങ്ങൾക്കായിരുന്നു ഈ മുള്ളു കൊണ്ടിരുന്നെങ്കിൽ ദൈവമേ എന്ത് ചെയ്യുമായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് അങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയി അതങ്ങ് ക്ലിയർ ചെയ്തു. പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ കുട്ടികൾ എന്തോ ഒരു വിഷമിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ ഓരോ എക്സ്പീരിയൻസ്. അപ്പൊ ഇതൊക്കെ ഈ കുഞ്ഞുങ്ങൾ ഈ സാധനങ്ങളൊക്കെ മൂക്കിലിടും. അതാണൊരു പ്രോബ്ലം. അപ്പൊ നമ്മൾ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടാക്കുമ്പോഴും അതിനനുസരിച്ച് ചെയ്യണം. നമുക്ക് കൗണ്ടിങ്ങിന് ഇപ്പൊ അബാക്കസിലൊക്കെ ബീഡ്സ് പോലെ ഇല്ലേ, അപ്പൊ അത് ഇൻഡിവിജ്വൽ ബീഡ്സിനേക്കാളും ഒരു സ്ട്രിങ്ങില് നിങ്ങൾ അതൊക്കെ പറഞ്ഞു തരാം എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന്. സ്ട്രിങ്ങിൽ ആ ബീഡ്സ് ഉണ്ടാക്കുവാണെങ്കിൽ എന്തായാലും എടുത്ത് മൂക്കിൽ വെക്കില്ല. സ്ട്രിങ് 2 എൻഡും നമ്മൾ നല്ലപോലെ ടൈറ്റൻ ചെയ്യുക. ഈ മുത്തിങ്ങനെ കോർത്തിട്ട് 2 എൻഡും ടൈറ്റൻ ചെയ്യാം. ഇപ്പൊ 5 എന്നുള്ള കൗണ്ടിന് 5 ബീഡ്സ് വെക്കുക. ഈ ചെറിയ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയേഴ്സ് ഉണ്ടല്ലോ, അതില് ഈ എന്താ പറയാ ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ആളുകൾ വാങ്ങിക്കുന്ന ചില വയേഴ്സ്. സോ ഇതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാനായിട്ട് പറ്റും. സോ സൈൻ ഔട്ട് ഉണ്ടോ? സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. സൈൻ ഔട്ട്. ഞാനാണ് മിസ്സേ, ജാസ്മിൻ. യെസ് പ്ലീസ്. Good morning, തുടങ്ങി. ഓക്കെ. I am Jasmine from Ernakulam. Today I will be signing out from the class. Before I leave, I like to share a small code with everyone. Success is on accident. It is a hard work, perseverance, learning, studying, sacrifice, and most of all, love for what you are doing. This code reminds you that every effort we put in today will shape our tomorrow. Keep striving, keep learning, and never give up on your dreams. Thank you everyone for the wonderful time we shared in class. Wishing you all the best for the future. Thank you, Miss. ഓക്കെ, ആക്ച്വലി ഞാൻ 11:34 ആയെന്ന് വിചാരിച്ചിട്ടാട്ടോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. ഇപ്പോഴാണ് ഞാൻ കാണുന്നത് 11:25. 24 34 നടന്നത്. ഓക്കെ, ഹെഡിങ് എന്താണ് ചെയ്യേണ്ടത്? ഹെൽത്ത് റിലേറ്റഡ് നമ്മൾ അസൈൻമെന്റ് ഇല്ലേ, അതിന്റെ ഹെഡിങ് എന്താ? ഹെൽത്ത് റിലേറ്റഡ് സെലക്ട് ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. ഞാൻ ഇത് ചാറ്റ് ബോക്സിൽ ഇടാം. 3 ഞാനിപ്പോ പറഞ്ഞുതരാം. അതും നിങ്ങൾക്ക് എഴുതാം, നിങ്ങൾക്ക് കിട്ടുന്നതും എഴുതാം. ഒരു മിനിമം 3 ഫ്രേസസ്. മാം ഇതിപ്പോ സബ്മിറ്റ് ചെയ്യേണ്ടതല്ലല്ലോ, കാരണം കുറെ പേര് പെൻഡിങ് ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലില്ല, ഞാനിത് പറഞ്ഞത് ടോപ്പിക് വന്നപ്പോ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇനി നമ്മളുടെ വാലുവേഷൻ ടീമിന് ഇത് ക്വസ്റ്റ്യൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. അല്ലാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് കൊടുക്കുള്ളൂ. പിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ 2-3 പറഞ്ഞു തരാം. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ് കേട്ടിട്ടുണ്ടാകും. If wealth is lost, nothing is lost. If health is lost, something is lost. If character is lost, everything is lost. ഇത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി. നമ്മൾ പറഞ്ഞില്ലേ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞില്ലേ. സെയിം തന്നെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഹെൽത്തി മൈൻഡ് റെസ്റ്റ് ഓൺലി ഇൻ എ ഹെൽത്തി ബോഡി.
പിന്നെ ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, എ വിർച്വൽ ഡെത്ത്. ഹെൽത്ത് ഇല്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാട് തന്നെയാ അല്ലെ, മിസറി. അതൊരു വിർച്വൽ ഡെത്ത്. ജീവിച്ചിരിക്കുന്ന മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നതോ അങ്ങനെ എന്തോ ഒരു പറയില്ലേ, ഇപ്പൊ വയ്യാണ്ട്. മരിച്ചതുപോലെ ജീവിച്ചിരിക്കുക. അതെ അതെ. നമ്മൾ ബെഡ് റിഡൻ ആയിട്ട് ഇരിക്കുക, നമുക്ക് അനങ്ങാനൊന്നും വയ്യ, വേറൊരാളുടെ സപ്പോർട്ട് വേണം, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അങ്ങനെ നമ്മള് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ. ലൈഫ് വിത്തൗട്ട് ഹെൽത്ത് ഈസ് എ മിസറി, വിർച്വൽ ഡെത്ത്, മരിച്ചതിന് തുല്യം പോലെയാണ്. ഇതെല്ലാം ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്തിനെ കുറിച്ച് പറയുവാണ് ഇൻ അവർ ലൈഫ്സ് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഹെൽത്ത് എന്ന് പറയുന്നത് എല്ലാവരുടെയും, എവറിബഡീസ് കൺസേൺ ആണ് ഹെൽത്ത്. അസുഖം വന്ന് എത്രയോ പേരങ്ങ് ഡൗൺ ആയി പോലെ, ചിലര് സൂസൈഡ് വരെയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറവൂര് സ്ഥിരം പഴം വാങ്ങുന്ന ഒരു പഴക്കച്ചവടക്കാരനുണ്ടായിരുന്നു, ബോസ് എന്നായിരുന്നു പേര് കേട്ടോ. ആള് വളരെ നല്ലൊരു മനുഷ്യൻ, പെരുമാറാനും ഒക്കെ ഭയങ്കര റെസ്പെക്റ്റും വളരെ ജോവിയലുമാണ് ആള്. ഓരോ വിശേഷങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇങ്ങനെ നമ്മൾ പഴം വാങ്ങാൻ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ പറയാം. ആദ്യമൊക്കെ എനിക്ക് എന്തോ ഒരു സുഖം തോന്നില്ല, പിന്നെ അതൊരു അയാളുടെ ഒരു രീതി അതൊരു നല്ലതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. എല്ലാ വിശേഷങ്ങളും, നാട്ടിലെ വിശേഷം, വീട്ടിലെ വിശേഷം എല്ലാം പുള്ളി ഇങ്ങനെ കൊണ്ട് പറയും. ഒരു വണ്ടിയിൽ പഴം വിൽക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പഴം വാങ്ങാനായിട്ട് ചെല്ലുമ്പോഴേക്കും ആ വണ്ടി ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇയാളുടെ ഒരു മരിച്ചു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് വെക്കില്ലേ, അതും വെച്ചിരിക്കുന്നു, ഫ്ലെക്സ് വെച്ചിരിക്കുന്നു. കണ്ടപ്പോഴേക്കും ഞെട്ടിപ്പേ. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പുള്ളിയുടെ മോളെയൊക്കെ കല്യാണം കഴിച്ചു വിട്ടാണല്ലോ, ബാധ്യതകൾ, സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല, പക്ഷെ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്തു. പുള്ളിക്ക് ഒട്ടും അത് താങ്ങാൻ പറ്റിയില്ല. കാരണം അതിന്റെ ട്രീറ്റ്മെന്റും ബുദ്ധിമുട്ടുകളും ഒക്കെ പുള്ളി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം മറ്റുള്ള വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ച് വീട്ടിനടുത്തൊരു മാവ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൽ ഹാങ് ചെയ്ത് അങ്ങനെ മരിച്ചു. അതാണ് പറയുന്നത് ഹെൽത്ത് എന്ന് പറയുന്നത് എവറിബഡീസ് കൺസേൺ. ഹെൽത്ത് ഈസ് എവറിബഡീസ് കൺസേൺ. നമ്മളുടെ ഹെൽത്ത് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തും നോക്കണം അല്ലെ. കുട്ടികള്, നമ്മുടെ ഫ്രണ്ട്സിന് വയ്യാന്ന് അറിയുമ്പോഴും നമ്മൾക്ക് വിഷമം തന്നെയാ. നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളീഗ്സിന് ആർക്കെങ്കിലും സുഖമില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമാണ് അല്ലെ. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും അവരുടെ ഹെൽത്തിനെ കുറിച്ച് നല്ല കൺസേൺ ആയിരിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മളെ ചുറ്റി വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് ആ ഇൻഫെക്ഷൻ വരും. ഓക്കെ, അതുമാത്രമല്ല കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചും അവര് നല്ല കൺസേൺ ആയിരിക്കണം. അവര് നല്ല വെൽനസ്, വെൽബീയിങ്, സന്തോഷത്തോടും സമാധാനത്തോടും തന്നെ എല്ലാവരും ഇരിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞേ ഉള്ളൂ അസൈൻമെന്റ്. നിങ്ങൾ സമയം പോലെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ക്ലാസ് റൂമിൽ ആ ക്വസ്റ്റ്യൻ കിട്ടുന്നതേ അതങ്ങ് പോസ്റ്റ് ചെയ്യുക. ഇനി ഇതിനകത്ത് വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഇച്ചിരി പണിയെടുക്കേണ്ടതാണ്. 10 പേരെ മീറ്റ് ചെയ്യോ ഫോൺ ചെയ്യോ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ളവര്, അയൽപക്കത്തുള്ളവരൊക്കെ ആയാലും മതി. 10 പേര്, അത് പല പ്രായത്തിലുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. യൂത്ത്, ഒരു മിഡിൽ മധ്യവയസ്കർ എന്ന് പറയില്ലേ, കുറച്ചുകൂടെ ഓൾഡ് 70+ ഒക്കെ ഉള്ളവരെ, അവര് അങ്ങനെ ഏതെങ്കിലും ആ ഏജ് ഗ്രൂപ്പിലുള്ളവരെ കണ്ടിട്ട് അവരോട് ചോദിക്കുക, വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചെയ്യേണ്ടത് 10 പേരെ മീറ്റ് ചെയ്ത് അല്ലെങ്കിൽ 10 പേരെ ഫോൺ ചെയ്തോ എങ്ങനെയാ സൗകര്യം എന്ന് വെച്ചാൽ അവരോട് ചോദിക്കുക, ഹെൽത്ത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിക്കും. 10 പേരും അവരുടെ ആൻസർ പറയുമല്ലോ, അത് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പം ഇവരെല്ലാരും പറഞ്ഞത് ഒരേ കാര്യമായിരിക്കാം, ഒരേ പോയിന്റിൽ തന്നെയായിരിക്കും എത്തുന്നത്. കളക്ട് ചെയ്യുക 10 ഇൻഡിവിജ്വൽസിന്റെ ഒപ്പീനിയൻ അബൌട്ട് ഹെൽത്ത്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെൽത്ത് എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്നും ഒരു ഡെഫിനേഷൻ നമ്മൾ തന്നെ എഴുതുക ഹെൽത്തിന്. ക്ലിയർ ആയോ? അസൈൻമെന്റ് ആണോ? ഇതും അസൈൻമെന്റ്. ഞാൻ ഒരുമിച്ച് തരില്ല, കാരണം ഒരുമിച്ച് തന്നാൽ വാല്യൂ ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പ്രിപ്പയർ ചെയ്ത് വെക്കുമല്ലോ, അതുകൊണ്ടാണ്. മാം അത് എനിക്ക് അത്ര മനസ്സിലായില്ല. നമ്മൾ 10 പേരോട് ചോദിക്കുന്നു, ഓക്കെ, അപ്പൊ അവരത് പറയുന്നു, അത് നമ്മൾ കേട്ടിട്ട് അതിന് എന്ത് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. വാട്ട് ഈസ് ഹെൽത്ത് എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ എഴുതുക, അവര് പറഞ്ഞ ആൻസേഴ്സിനെ വെച്ചിട്ട്. അതിൽ നിന്നെല്ലാം മനസ്സിലായ ഒരു ഇത് എന്നുള്ളവർ ഒന്ന് ബ്രീഫ് ചെയ്ത് ഒരു ഒറ്റ പാരഗ്രാഫ് അവരെ പറഞ്ഞതെല്ലാം എഴുതി വെക്കണം എന്നല്ല. അത് അങ്ങനെ 10 പേര് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടുമല്ലോ, റിലേറ്റഡ് വിത്ത് ദാറ്റ് കണ്ടന്റ് ഒരു ഡെഫിനിഷൻ ഹെൽത്തിന് എഴുതുക. കഴിഞ്ഞില്ല, ഇവരോട് തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണം, ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാമാണ് നിങ്ങൾ ചെയ്യുന്നത്?
ആദ്യം അവരോട് വാട്ട് ഈസ് ഹെൽത്ത് എന്ന് ചോദിച്ചു. പിന്നെ വാട്ട് സ്റ്റെപ്സ് യു ആർ ടേക്കിംഗ് ഫോർ ബീയിങ് ഹെൽത്തി. ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോഴും ഓരോരു ആൻസർ പറയും. അത് വെച്ചിട്ട് സ്റ്റെപ്സ് നീഡഡ് ഫോർ ബീയിങ് ഹെൽത്തി എന്ന് അടുത്ത ഡെഫിനിഷൻ എഴുതുക. അത് വേണമെങ്കിൽ പോയിന്റ്സ് ആയിട്ട് എഴുതാം, 1 2 3 എന്നോ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ടോ സ്റ്റാർ ഇട്ടിട്ടോ എഴുതാം. മിക്കവാറും അതായത് ഫസ്റ്റ് അവരോട് ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ, വാട്ട് ഈസ് ഹെൽത്ത്. ഇനി സെക്കൻഡ് ചോദിക്കുന്നത് ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഞാനിത് ക്വസ്റ്റ്യൻ ആയിട്ട് അത് തരും, നിങ്ങളുടെ ക്ലാസ് റൂം ചാനലിൽ വരും. പക്ഷെ ഈ ആഴ്ച തരില്ല, ഓൾറെഡി 2 അസൈൻമെന്റ് അവരവിടെ വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരൊന്ന് ഫ്രീ ആവണ്ടേ, എന്നിട്ടേ ഞാൻ തരുള്ളൂ. പക്ഷെ ഇത് തന്നത് പ്രിപ്പയർ ചെയ്ത് വെക്കാലോ, ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാലോ. മാം ഇത് രണ്ടും അസൈൻമെന്റിന്റെ തന്നെയല്ലേ? എന്തോ ഒരു അസൈൻമെന്റിന്റെ തന്നെയല്ലേ ഈ 2 സെക്ഷൻസ് വന്നത്? അതെ അതെ, 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ഫസ്റ്റ് വൺ, പ്ലീസ് കളക്ട് ആൻസേഴ്സ് ഓഫ് 10 individuals on the question what is health. Okay, collect opinions of about 10 individuals on what steps they take to remain healthy. അവരുടെ ആൻസേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കാനുള്ള സ്റ്റെപ്സ് എഴുതുക. ഓക്കെ ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് അസൈൻമെന്റ് ബുക്കിലാണ് ചെയ്യേണ്ടത്. അതെ അതെ, ആക്ച്വലി ഇത് നമ്മൾ ആക്ടിവിറ്റിയാണ്. നമ്മൾ ആളുകളെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അസൈൻമെന്റ് എഴുതുന്നു. മാം പറഞ്ഞില്ലേ ഇതിപ്പോ 10 പേരോട് ചോദിച്ചിട്ട് നമ്മൾ നേരിട്ട് ചോദിക്കുന്നോ അത് ഫോണിൽ കൂടെ ചോദിക്കുന്നതായിട്ടായാലും മതിയോ? മതി മതി. Ma'am, these are the 2 questions you are given. Ma'am, collect opinion of 10 individuals. What steps they remind to take us? That is the one. And second one, what are the steps you are taking to be healthy? Healthy. Okay. First one is എനിക്ക് രണ്ടുപേരും കൂടെ പറഞ്ഞത് ക്ലിയർ ആയില്ല. എന്താണ്? ഓരോ വ്യക്തികൾ പറയുന്ന ആൻസറും എഴുതി വെക്കണോ? ആൻസർ നോട്ട് ചെയ്ത് വെച്ചാലല്ലേ അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഡെഫിനിഷൻ എഴുതാൻ പറ്റുള്ളൂ. അത് അസൈൻമെന്റ് നോട്ടിലേക്ക് എഴുതണമെന്ന് ചോദിക്കണം. റഫായിട്ട് അവര് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അസൈൻമെന്റിലേക്ക് ഡെഫിനിഷൻ മാത്രം മതിയല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ. ഓക്കെ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. മിസ് ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് പറഞ്ഞില്ലേ പ്ലീസ് കളക്ട് ഹെൽത്ത് ഫ്രേസസ് എന്നാണ് പറഞ്ഞത്. ഫ്രേസസ് ഞാൻ എന്റെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ മാം ഓദറെ പേര് വേണോ? ഓദർ അത് വേണമെന്നില്ല, കിട്ടുവാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തന്നെത്താനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലും നല്ലതാ. പിക്ചർ ആയിട്ടായാലും മതിയോ? കളക്ട് ഫ്രേസസ് ആണ് പറഞ്ഞത്. ഫ്രേസ് എന്തായാലും എഴുതണം. ഫ്രേസ് റിലേറ്റഡ് പിക്ചർ ഒട്ടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഒട്ടിച്ചു. എത്ര? മിനിമം 3. ഓക്കെ. Okay, ma'am. Thank you, miss. Bye. Thank you, ma'am. Bye, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മിസ്. Bye. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ. ബസ്സിൽ കയറി ഇരിക്കുകയാണോ അമ്മയുടെ കൂടെ?